22 സപ്ലി 7 വർഷം. ഇത് പാസ്സാവുമെന്ന് വിചാരിച്ചിരുന്ന ഫസ്റ്റ് സെമ്മില് എത്ര സപ്ലി ഉണ്ടായിരുന്നു? 6. എത്ര സബ്ജക്ട് ഉണ്ടായിരുന്നു? 6. 4 തവണ ഒരേ സബ്ജക്ട് എഴുതിയുണ്ട്. ഏതായിരുന്നു ആ സബ്ജക്ട്? 4 തവണ സപ്ലി കിട്ടിയിട്ടും അദ്ദേഹം ആ സബ്ജക്റ്റിന്റെ പേര് പഠിച്ചിട്ടില്ല. അപ്പൊ ചിലപ്പോ അതായിരിക്കാം സപ്ലി കിട്ടാനുള്ള ഒരു റീസൺ. താങ്കൾക്ക് ഒരു സബ്ജക്റ്റിന് 0 കിട്ടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്? സത്യമില്ല, തീർത്തും സത്യമില്ല. നിങ്ങൾ ഇതുവരെ സ്ലിപ്പ് വെച്ചിട്ടില്ല? വെച്ചിട്ടില്ല. ഇനി മേഴ്സി ചാൻസ് എന്താണെന്ന് ജസ്റ്റ് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാം. മേഴ്സി ചാൻസ് പറഞ്ഞാൽ ഇപ്പൊ ഒരു 5-6 കൊല്ലത്തിനുള്ളിൽ ഡിഗ്രി ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിനെ പറ്റി എന്താ പറയാ? അത് പറയാനുള്ള ഇത്രയും മോശം യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ട്. 22 സപ്ലൈ 7 കൊല്ലം കൊണ്ട് എഴുതിയെടുത്ത ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് 1.5 മില്യൺ ആയിട്ടുണ്ട്. ഇപ്പൊ അത് 12 അവറിൽ തന്നെ 1 മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ക്ലബ് എഫ് എമ്മിന്ന് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. അപ്പൊ കുറച്ച് പേര് നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവനിത് എങ്ങനെ എഴുതിയെടുത്ത്, പിന്നെ ആക്ച്വലി 7 കൊല്ലം കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റൂ, 6 കൊല്ലമല്ലേ ലിമിറ്റ്, അങ്ങനെ കുറച്ചധികം ചോദ്യങ്ങളും പിന്നെ കുറച്ചധികം കാര്യങ്ങളും നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മുടെ ഇന്റർവ്യൂവിൽ ഗസ്റ്റ് ആയിട്ട് വന്നേക്കണത് 22 സപ്ലി 7 കൊല്ലം കൊണ്ട് എഴുതിയെടുത്ത മൂത്തകുന്ന മുന്നുമാണ്. അപ്പൊ വെൽക്കം. 22 സപ്ലി 7 വർഷം. ഇത് പാസ്സാവുമെന്ന് വിചാരിച്ചിരുന്ന? ഡിഡ് യു എക്സ്പെക്ട് ദിസ്? പാസ്സാവോന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കുറെ കൊല്ലം എടുക്കുമെന്ന് അറിയായിരുന്നു. ഇതിപ്പോ ഈ 6 കൊല്ലം, അതായത് ഈ 6ാമത്തെ വർഷം വരെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറയണ. 6 വർഷം കഴിഞ്ഞപ്പോ നിങ്ങളെ ഏത് ഇയറിലാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത? 2019. അപ്പം 20, 21, 22, 23, 24, 25. അപ്പൊ 6 കൊല്ലം കഴിഞ്ഞ് പ്ലസ് 26. ഇപ്പൊ 7ാമത്തെ വർഷത്തിലോട്ട് കടന്നു. ലാസ്റ്റ് എക്സാം എഴുതിയെന്നാണ് 2025. അപ്പൊ 26ലാണ് ഇപ്പൊ റിസൾട്ട് വന്നേക്കുന്നത്. അപ്പൊ ഈ റിസൾട്ടിൽ നിങ്ങൾ ഫെയിലിയർ ആയിരുന്നെങ്കിൽ പെട്ടാണ്. അതിനുശേഷം മേഴ്സി ചാൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്ഷനിലോട്ട് പോകാം, നമുക്ക് പിന്നീട് പറയാം. പക്ഷെ അത് കോസ്റ്റ്ലി ആണ്. അപ്പൊ ഏകദേശം പണി പാളിയാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ തന്നെ എഴുതിയിരുത്ത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലാസ്റ്റ് എഴുതിയ സബ്ജക്ട് മൊത്തത്തിൽ എത്ര തവണ സപ്ലൈ ചെയ്തിട്ടുണ്ട്? 4 തവണ ഒരേ സബ്ജക്ട് എഴുതിയിട്ടുണ്ട്. ഏതായിരുന്നു ആ സബ്ജക്ട്? കുഴപ്പമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. 4 തവണ സപ്ലൈ ചെയ്ത സബ്ജക്ട് എഫ് എം ഒ എന്ന് വെച്ചാ എന്താ? ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ഓപ്പറേഷൻ. ഓക്കെ, അങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടാകും നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ആ സബ്ജക്റ്റില് 4 തവണ സപ്ലൈ കിട്ടിയിട്ടുള്ളത്. 4 തവണ സപ്ലൈ കിട്ടിയിട്ടും അദ്ദേഹം ആ സബ്ജക്റ്റിന്റെ പേര് പഠിച്ചിട്ടില്ല. അപ്പൊ ചിലപ്പോ അതായിരിക്കാം സപ്ലൈ കിട്ടാനുള്ള ഒരു റീസൺ. ഓക്കെ, ഇപ്പൊ താങ്കൾക്ക് ഫസ്റ്റ് സെമ്മില് എത്ര സപ്ലൈ ഉണ്ടായിരുന്നു? 6. എത്ര സബ്ജക്ട് ഉണ്ടായിരുന്നു? 6. മിടുക്കൻ. അപ്പൊ എന്താണ് അങ്ങനെ അത്രയും ഒരു, എന്തുകൊണ്ടാണ് 6 സപ്ലൈ കിട്ടിയതെന്നാണ്? അത് കോളേജിലെ പഠിക്കുമ്പോ പരീക്ഷക്ക് ഫസ്റ്റ് സെമ്മിലൊക്കെ അങ്ങനെ പരീക്ഷക്ക് അധികം വാല്യൂ കൊടുക്കൂല. പേര് എഴുതി അങ്ങോട്ട് പോകും. എന്നിട്ട് കോളേജിൽ എന്തെങ്കിലും പരിപാടി അറ്റൻഡ് ചെയ്യും. അങ്ങനെ. പക്ഷെ നമ്മൾ ജസ്റ്റ് എക്സാമിന് പേരെഴുതി വെച്ച് പോയാൽ പോലും 5 മാർക്ക് കിട്ടും എന്ന് പറയണതുണ്ട്. അത് തരൂല. കാരണം അതെങ്ങനെ താങ്കൾ ഉറപ്പിക്കാൻ പറ്റും? തരൂല. താങ്കൾക്ക് ഒരു സബ്ജക്റ്റിന് 0 കിട്ടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. അപ്പം പലരും പറയണത് തെറ്റായ കാര്യമാണ്. ഇദ്ദേഹം 0 വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും ഡിഗ്രി പഠിച്ചാണ്. പക്ഷെ എന്റെ കരിയറിൽ ഇതുവരെ എനിക്ക് ഒരാളെ അറിയാൻ പാടില്ല. 0 മേടിച്ച ആരെയും എനിക്ക് അറിയൂല. 5ഉം 3ഉം 2 മേടിച്ചവരുണ്ട്. പക്ഷെ 0 മേടിച്ചത് ഇദ്ദേഹം മാത്രമാണ്. ഇദ്ദേഹം അതിനൊരു കയ്യടി ഇദ്ദേഹം അർഹിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ താങ്കളെ കാണിച്ചു തരാം. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതി. താങ്കളുടെ ഒരു സുഹൃത്തിന്റെ വീഡിയോ. ഓക്കെ, ഇവനൊരു എക്സാമിന് 17 സ്ലിപ്പും വെച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് 18ാമതൊരു സ്ലിപ്പ് വെച്ച് ഈ 17 സ്ലിപ്പുകൾ എവിടേക്കാണ് ഇരിക്കണത്, ഏതൊക്കെയാണ് കണ്ടന്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാറ് വന്നിട്ട് ഈ 18ാമത്തെ സ്ലിപ്പില്ലേ അതങ്ങോട്ട് വന്നെടുത്ത് കീറിക്കൊണ്ടുപോയി. എന്നിട്ട് ബാക്കി വെച്ച് നീ എന്താ ചെയ്തിക്കൊള്ളാൻ പറഞ്ഞു. ഇവരെന്ത് ചെയ്ത് ബാക്കിയുള്ള എല്ലാ സ്ലിപ്പുകളും ഉപയോഗിച്ച് എഴുതിയിട്ട് അങ്ങനെ പരീക്ഷ തോറ്റി. ഒരു പരീക്ഷയ്ക്ക് ഞാൻ സ്ലിപ്പ് എഴുതി കൊടുത്തിട്ടേ അത് നോക്കി എഴുതിയില്ല. പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്തുനിന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്.
ആ സ്ലിപ്പ് പോലും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത് കണ്ടേല് എനിക്ക് പറയാനുള്ളത്, നമ്മ ഏത് ഉയരത്തിലെത്തിയാലും ചവിട്ടിത്തത്താൻ കുറെ പേരുണ്ടാവും. അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഇത് വെറും ആരോപണം മാത്രമാണെന്നാണ് പറയുന്നത്. ഇതിൽ സത്യമില്ല, തീർത്തും സത്യമില്ല. നിങ്ങൾ ഇതുവരെ സ്ലിപ്പ് വെച്ചിട്ടില്ല? വെച്ചിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത് കാണുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സാക്ഷ്യപ്പെടുത്തുക. അദ്ദേഹം ഇതുവരെ സ്ലിപ്പ് വെച്ചിട്ടില്ല. വെക്കാറില്ല. ഓക്കെ. താങ്കളുടെ വീഡിയോയില് ഒരു ചെറിയ പയ്യൻ അവൻ പറയണ്ടായിരുന്നു അവൻ 30 എണ്ണം മേടിക്കും. മുന്നുച്ചേട്ടനാണ് എന്റെ ഇൻസ്പിറേഷൻ. എനിക്ക് ഈ സപ്ലി എന്താണെന്ന് പറഞ്ഞോളാ, ഞാൻ ഒരു 30 എണ്ണം മേടിക്കും. മുന്നുച്ചേട്ടനാണ് എന്റെ ഇൻസ്പിറേഷൻ. അവനെ പോലുള്ള യുവാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ 30 സപ്ലി മേടിക്കാൻ നിൽക്കണ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു, സപ്ലി വല്ല മാസാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ സപ്ലി എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആരും ഉണ്ടാവൂല കൂടെ, എല്ലാരും ജയിച്ചങ്ങോട്ട് പോകും, നമ്മിങ്ങനെ ജയിക്കും. അപ്പൊ പഠിക്കുക, സപ്ലി പഠിക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരുപാട് പേര് ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ്, താങ്കൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അത് ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ തലേദിവസം പഠിക്കുള്ളൂ. പണ്ടൊക്കെ പഠിക്കാറുണ്ടായിരുന്നില്ല, ബുക്ക് പോലും തുറക്കൂല. ഓ, അങ്ങനെയാണ് സപ്ലി. പിന്നെ പേര് മാത്രം എഴുതിയിട്ട് താങ്കൾ എന്തൊരു പണ്ടാണ്. ഓക്കെ. അപ്പൊ പഠിക്കാതെ പോയി, അത് താങ്കൾക്ക് കഴിവില്ലാത്തോണ്ടല്ല. ഇല്ല, നമ്മ പഠിച്ചാ കിട്ടും. നമുക്ക് ഡിഗ്രി എളുപ്പമാണെന്നാണ് താങ്കൾ പറയുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ എല്ലാം എഴുതിയെടുത്തു. താങ്കൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി? ആ യൂണിവേഴ്സിറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്രയും മോശം യൂണിവേഴ്സിറ്റി കേരളത്തിലില്ല. ഓക്കെ. എന്റെ സർട്ടിഫിക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്യുന്നാവോ? അല്ല, അതൊരു അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അത് മോശമാണത്. ഇപ്പൊ പരീക്ഷയാണെങ്കിലും ഈ വൈകിയാണ് വന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ എക്സാം കഴിഞ്ഞ അടുത്ത എക്സാം ഒരുപാട് വൈകിയും ലേറ്റ് ആയിട്ടാണ് വന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. എത്ര പഠിക്കണ പിള്ളേരാണെങ്കിലും 24 കിട്ടുന്ന പിള്ളേരുണ്ട്. നല്ലോണം എഴുതിയാൽ പോലും 24 കൊടുക്കുള്ളൂ. വാല്യുവേഷൻ തെറ്റാണെന്നൊക്കെ പറയണത് അത്ര ശരിയായ ഒരു കാര്യമാണ്. കാരണം ഞാനും ഇപ്പൊ എന്റെ കൂട്ടുകാരന് 11 മാർക്കായിരുന്നു. 11 മാർക്ക് റിവാലുവേഷൻ വെച്ച് 36 മാർക്കായി. 11 മാർക്ക് 36 മാർക്കായി. പൈസയിലും ഇതുണ്ട്, അങ്ങനെയുണ്ട്. അത് ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം. നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി അങ്ങനെ ഒരു ഹേറ്റ് ക്യാമ്പയിനിലോട്ട് നമ്മൾ പോണില്ല. ഇങ്ങനെ ഇത് വന്നതുകൊണ്ട് അത് പറഞ്ഞു മാത്രം. അടുത്ത ചോദ്യം, ഈ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന എന്തായാലും ഡിഗ്രി ജയിക്കും? കാരണം താങ്കൾ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോ സബ്ജക്റ്റിന് ഇങ്ങനെ എഴുതിയെടുക്കാൻ പോകുന്നു, എല്ലാവരും കളിയാക്കണം, ചുറ്റുള്ള എല്ലാവരും എവിടെ പോണ്, ഡിഗ്രിക്ക് പോണ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കളിയാക്കിയിട്ടും അതിനിടയിലും താങ്കളത് എഴുതിയെടുത്തെന്ന് പറയണത്. അത് എന്റെ ചേട്ടന്മാര് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയെടുക്കൂലെന്നാണ് പറഞ്ഞത്. അത്രയും സപ്ലൈ ഉണ്ടായിരുന്നല്ല. ഓക്കെ എന്നാണ് പറയണത്. എന്തായാലും കിട്ടൂല. അല്ല, മനസ്സിലുണ്ടായിരുന്നു അത് എഴുതിയെടുക്കണം എന്നുള്ളത്. പിന്നെ എഴുതിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇത് ഫെയിൽ ആയിരുന്നെങ്കിൽ പിന്നെ മേഴ്സി ചാൻസിൽ പോയാനെ. ഫെയിൽ ആവൂല, നമ്മ പഠിച്ചില്ലേ. ഇനി മേഴ്സി ചാൻസ് എന്താന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്ത് തരാം. മേഴ്സി ചാൻസ് പറഞ്ഞാൽ ഇപ്പൊ ഒരു 5-6 കൊല്ലത്തിനുള്ളിൽ ഡിഗ്രി ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മള് അത്യാവശ്യം പൈസ കൂടുതൽ കൊടുത്തിട്ടേ നമുക്ക് പിന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ സാറിനോട് ചോദിച്ചപ്പോൾ ഏതാണ്ട് 20,000 അതിന്റെ മുകളിലോട്ടൊക്കെ എമൗണ്ട് വരും. കാരണം ആ സിലബസ് അനുസരിച്ച് ഇടണം. അപ്പൊ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും വേണമെങ്കിൽ എഴുതിയെടുക്കാം. കാരണം സാറിനോട് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത് 46 വയസ്സുള്ള ഒരാള് ഇന്നാള് ഇതേപോലെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എടുക്കാം, പക്ഷെ ഒരുപാട് ക്യാഷ് വേണ്ടി വരും. ഓക്കെ. പ്രണയം എന്തെങ്കിലും കോളേജിൽ ഇല്ല, ചീപ്പ് മെറ്റീരിയൽസ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം താങ്കൾ സിഗ്മയാണല്ലേ? അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ അടിയിൽ കമന്റ് ഇട്ടോ, അതിനൊക്കെ ഇദ്ദേഹം റിപ്ലൈ തരും. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ യുവതലമുറയോട്? അത് കഴിഞ്ഞ് ഞാൻ എന്റെ അവസാന ചോദ്യം ചോദിക്കാം. സപ്ലി മേടിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ എഴുതിയെടുത്ത് ഡിഗ്രി കിട്ടണം, അത്രേ ഉള്ളൂ.
ഉഴപ്പിയാലും പഠിച്ച് പാസ്സാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ വെറുതെ പോയിട്ട് സപ്ലി മേടിച്ചിട്ട് കാര്യമില്ല. ഡിഗ്രി ഇല്ലാത്തവരെ ശരിക്കും പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ടോപ്പ് ഹൈറാർക്കി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പഠിച്ച് പാസ്സാവണവരൊക്കെ ഒരുവിധം നല്ല ജോലിയിൽ നോക്കി പ്ലേസ് ആവും. പക്ഷേ ഡിഗ്രി ഇല്ലാതെ തോറ്റു പോണവര് അവിടെ ഇവിടെയും ജോലി കിട്ടാതെ ലാസ്റ്റ് അവർ സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി പഠിച്ച് പാസ്സായവർക്കൊക്കെ ജോലി കൊടുക്കും. ആ വീഡിയോയിൽ താങ്കൾ MBA എടുക്കുമെന്ന് പറയുന്നത് അത് ജസ്റ്റ് അന്നേരം കൈ നീട്ട പോലെ എനിക്ക് തോന്നിയത്. ആക്ച്വലി MBA എടുക്കാൻ പ്ലാൻ ഉണ്ടാ? 50 വയസ്സിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞാൻ MBA എടുക്കും, അല്ലെങ്കിൽ MBBS എടുക്കും. ഓ അത് മാസ്. നമുക്ക് നോക്കാം 50 വയസ്സിനുള്ളിൽ MBA അല്ലെങ്കിൽ MBBS എടുക്കുമെന്നുള്ള. കൊമേഴ്സ് ഏതാ സയൻസ് ആണ് പഠിച്ച? കൊമേഴ്സ്. ആദ്യം +2 പഠിച്ച ഹ്യൂമാനിറ്റീസ്. കൊമേഴ്സ് commerce. ബികോം എടുത്ത് അങ്ങനെയാണ് എന്റെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ MBBS എടുക്കാൻ ഓക്കെ എന്തായാലും ഞാൻ അവിടെ നിന്ന് വേറെ സയൻസ് എടുത്തിട്ട് MBBS എടുക്കും. ബ്രില്യൻസ്. അത് താങ്കളെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഒരു ഡോക്ടറായിട്ട് കാണാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു.